നമസ്കാരം. ഇ ഡി അടുത്ത നാളുകളിലായി വാർത്തകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളിലൊന്നാണ് ഇ ഡി. എന്താണ് ഈ ഇ ഡി ഒരു വ്യക്തിയാണോ, പ്രസ്ഥാനമാണോ? ഇ ഡി എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതായത് രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഏറ്റവും ഉയർന്ന സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി എന്നും പറയാം. എങ്കിൽ ഇവർ സാധാരണക്കാരെ പിടികൂടാൻ സാധ്യതയുണ്ടോ? ധനകാര്യ വിഭാഗത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ നിയമം തുടങ്ങിയവയാണ് ഇ ഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. വ്യവസായ വിനിമയ നടത്തിപ്പ് നിയമം, അതായത് ഫെമ, കൊഫെപ്പോസെ നിയമത്തിലെ ഫെമ ക്രമക്കേടുകൾ, കള്ളപ്പണം തടയൽ നിയമം, അതായത് PMLA ആക്ട് തുടങ്ങിയ നിയമങ്ങൾ പ്രകാരം ഇ ഡിക്ക് അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. ഇ ഡി എന്നറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഏതെങ്കിലും സർക്കാരിന്റെ ഉപകരണമാവാൻ സാധിക്കുമോ? തീർച്ചയായും ഇ ഡി എന്നറിയപ്പെടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സർക്കാരിന്റെയും ഉപകരണമോ ചട്ടുകമോ ഒന്നുമാകാൻ കഴിയില്ല, പാടില്ല എന്നതാണ് വസ്തുത. എന്നാൽ ഇക്കഴിഞ്ഞ കുറെ കാലങ്ങളായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സർക്കാരിന്റെ ഉപകരണമായി മാറുന്നുണ്ടോ? പരിശോധിക്കാം. നോക്കൂ, ഇ ഡി കഴിഞ്ഞ 10 വർഷത്തിനിടെ 193 കേസുകളാണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 193 കേസുകളിൽ 71%, അതായത് 138 കേസുകളും 2019 രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്തവയാണ്, അതായത് 5 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തതാണ്. എന്നാൽ ഏറ്റവും രസകരമായ സംഗതി, ഈ 193 കേസുകളിൽ 2 കേസുകളിൽ മാത്രമാണ് കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെയും പ്രതിപക്ഷ നേതാക്കളെയും ഇ ഡി പോലെയുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയും ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരിക്കല്ലേ? ഇന്ന് വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന്റെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെയാണ് ചെന്നൈ കൊളംബക്കത്തുള്ള ധനകാര്യ സ്ഥാപനത്തിൽ റെയ്ഡ് ആരംഭിച്ചിട്ടുള്ളത്. നോക്കൂ, മോഹൻലാൽ നായകനായ എമ്പുരാൻ എന്ന സിനിമയിൽ ഗുജറാത്ത് ആക്രമണം, അതായത് 2002 നടന്ന ഗുജറാത്ത് കലാപം കാണിക്കുന്നുണ്ട് എന്നും ഇത് ഹിന്ദുത്വവാദികളെ അധിക്ഷേപിക്കാൻ ചിത്രീകരിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. നോക്കൂ, എമ്പുരാൻ എന്ന സിനിമ ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ഈ പറയുന്ന ഗോകുലം ഗോപാലൻ. എമ്പുരാൻ എന്ന സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? സിനിമയിലെ ഗുജറാത്ത് വംശഹത്യയെ സൂചിപ്പിച്ച രംഗങ്ങൾ ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിക്കുകയും തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം വീണ്ടും റീ എഡിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ റീ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത്. ഗുജറാത്ത് കലാപം പോലെ സംഘപരിവാർ സംഘടനകൾ RSS നേതൃത്വത്തിൽ നടത്തുന്ന എല്ലാ ക്രൂരതകളെയും വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങളെയും മൂടിവെക്കുക എന്ന ലക്ഷ്യത്തോടെ അത് പുറത്തെത്തിക്കുന്നവരെയും കലാസാംസ്കാരിക പ്രവർത്തകരെയും നിശബ്ദരാക്കുക എന്ന തന്ത്രമല്ലേ ഇ ഡി ഉപയോഗിക്കുന്നത്? ഇനിയും രഹസ്യങ്ങൾ പുറത്തുവരുന്നത് തടയുക എന്ന ലക്ഷ്യവും ഇതിലൂടെ അവർ നടപ്പാക്കുന്നില്ലേ? അപ്പോൾ ആരാണ് ഇ ഡി? ഇ ഡിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ആരായിരിക്കും?